ക്നാനായ സഭാ തർക്കങ്ങൾക്കും നടപടികൾക്കും പിന്നാലെ റാന്നിയിൽ കുർബാനയ്ക്കിടെ വികാരാതീതനായി മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സവേറിയോസ്. സഭയ്ക്ക് വിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും വിശ്വാസികൾ തനിക്കൊപ്പമുണ്ടെന്നും വിതുമ്പിക്കൊണ്ട് കുര്യാക്കോസ് മാർ സവേറിയോസ് പറഞ്ഞു. സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിക്ക് സ്റ്റേ ലഭിച്ച ശേഷം ഇന്ന് റാന്നി ജ്ഞാനായ വലിയ പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നതിനിടയിലാണ് മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സവേറിയോസ് വികാരാധീനനായത്. ദൈവജനമേ, ഞാൻ നിങ്ങൾക്ക് സ്വന്തം, നിങ്ങൾ എന്നോട് കൂടിയായിരുന്ന അങ്ങനെ ഈ സഭയുടെ വളർച്ച അതിന്റെ പൂർണ്ണതയിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓർത്തഡോക്സ് വൈദികർക്ക് ക്നാനായ പള്ളിയിൽ ആരാധന നടത്താൻ സൗകര്യമൊരുക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യാക്കോബായ സഭാധിപൻ പത്രിയാർക്കീസ് ബാവ കഴിഞ്ഞ ദിവസം മെത്രാപ്പൊലീത്ത മാർ കുര്യാക്കോസിനെ സസ്പെൻഡ് ചെയ്തത്. സഭാ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം, അതിനോട് ചേർന്ന് ആ സിംഹാസനത്തിലോട് എപ്പോഴും എങ്ങനെയൊക്കെ ക്നാനായ സമുദായം മുന്നോട്ട് പോയോ അതുപോലെ നിൽക്കുമ്പോൾ തന്നെ ഭരണഘടന അനുസൃതമായിട്ടും പോകണം. അപ്പോൾ ഇവിടെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് ചിലപ്പോൾ വരുന്ന നിർദ്ദേശങ്ങൾ ക്നാനായ സമുദായ ഭരണഘടനാനുസൃതമല്ല എങ്കിൽ എന്ത് ചെയ്യണം? അതാണിപ്പോൾ വന്നിരിക്കുന്ന പ്രയാസമേറിയ സാഹചര്യം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്കും നിയമത്തിൻ്റെ എല്ലാ പ്രത്യേകതകൾക്കും അനുസരിച്ചല്ലാതെ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുപോയേ തീരുകയുള്ളൂ. അത് ചേർത്ത് കൊണ്ടുപോകാൻ അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്കും ഇവിടുത്തെ കോടതി വിധികളോടും ചേർന്നല്ലാതെ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? മെത്രാപ്പൊലീത്ത അനുകൂലികൾ മുദ്രാവാക്യം വിളികളോടെയാണ് വലിയ പള്ളിയിൽ നിന്ന് മെത്രാപ്പൊലീത്തയെ യാത്രയാക്കിയത്. ജനം, പത്തനംതിട്ട.